പ്രൈസ് ഗോഡ്. എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും തള്ളിയാലും, നമ്മുടെ അപ്പ നമ്മൾ ഒരു നാളും തള്ളിക്കളയില്ല. ആ അപ്പായോട് ചേർന്ന് നമുക്ക് പറ്റിയിരിക്കാം. ദാവീദ് പറഞ്ഞു, അപ്പനും അമ്മയും എന്നെ അപേക്ഷിച്ചിരിക്കുന്നെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 37 വചനം. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അമ്മക്കോഴിയോട് ഉപമിച്ചിരിക്കുന്നത്? ഒന്നാമത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര വലുതാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനം പോലെ മാനുഷികമായ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ ഒരു അമ്മക്കോഴി അതിൻ്റെ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റമില്ല. അത് ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങളെ കരുതുന്നു, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് ഓരോ ദിവസവും ആവശ്യമായ ആത്മീക, ശാരീരിക, ഭൗതിക നന്മകൾ നൽകി നമ്മെ നടത്തുന്നു. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. മനുഷ്യർ മാറിപ്പോകുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു നാളും മാറുന്നില്ല. ആമേൻ. കർത്താവ് മാറാത്ത ദൈവമായി നമ്മോട് കൂടെ ഇരുന്ന് ഇന്നും നമ്മെ ചേർത്തുകൊള്ളുവാൻ മനസ്സായിരിക്കുന്നു. തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുവാൻ, ആ ചിറകിൻ കീഴിൽ സമാധാനവും ആശ്വാസവും സന്തോഷവും പ്രാപിക്കുവാൻ നമുക്ക് ആ കർത്താവിലേക്ക് അടുക്കാമോ? യേശു കർത്താവ് ചോദിക്കുന്നു, എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല എന്ന് യെരൂശലേമിനോട് പറയുന്നു. കാരണം ഇനി യെരൂശലേമിന് വരുന്ന വീഴ്ച വലുതാണ്. പ്രിയ ദൈവമക്കളെ, ആ സ്നേഹവാനായ യേശുവിൻ്റെ സ്നേഹം നമ്മെ അധികമായി നിർബന്ധിക്കുമ്പോൾ, അത് വിട്ട് നാം പോകുമ്പോൾ വരുന്ന ശിക്ഷാവധി ഏറ്റവും വലുതാണ്. ആയതിനാൽ നമുക്ക് ആ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ശരണം പ്രാപിക്കാം. ഒരു വചനം കൂടെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 13:11 വായിക്കുന്നു, കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരമാക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവമക്കളെ, എന്തിനാണ് കർത്താവ് നമ്മെ പറ്റിയിരിക്കുമാറാക്കുന്നത്? ഒരിക്കലും നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ, നമ്മെ പ്രശംസാ വിഷയമാക്കി തീർക്കുവാൻ. ഒരു കച്ചയെടുത്ത് അത് നമ്മൾ അരയിൽ ചുറ്റിയിരിക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്, അതിൻ്റെതായ ഒരു ശ്രേഷ്ഠതയും മാന്യതയും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ കച്ചയെ നാം ഉപയോഗശൂന്യമാക്കി ഒതുക്കി മാറ്റി വയ്ക്കുമ്പോൾ അത് ഒന്നിനും കൊള്ളരുതാത്ത ഒരു ചീത്ത സാധനമായി മാറുന്നു. അതിന് പിന്നെ യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എന്ത് തന്നെ വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് അകന്നു പോകാതെ അധികമായി ദൈവത്തോട് പറ്റിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം നമ്മെ വിട്ടകന്നാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, സ്തോത്രം, എന്തിനെ തന്നെ നമ്മൾ മാറ്റി നിർത്തിയാലും ഒരിക്കലും ആ കർത്താവിനെ നാം അകറ്റിക്കളയരുത്, അകന്നു പോകരുത്. എപ്പോഴും ആ കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പം മാത്രം മതി എന്നൊരു ഉറപ്പോടുകൂടെ നാം ആയിരുന്നു കൊണ്ട് നാം തന്നെ സ്വയമായി നമ്മുടെ സംരക്ഷണത്തിന്, നമ്മുടെ കെയറിന്, നമ്മുടെ സ്നേഹത്തിന് നാം തേടിപ്പോകാതെ സകലവും ദൈവകരത്തിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കരം എല്ലാ കാര്യങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് കേൾപ്പിച്ചതുപോലെ ഒരു കർത്താവെ കച്ചയെ പറ്റിയിരിക്കുമാറാക്കുന്നത് പോലെ യേശുപ്പാ സ്തോത്രം, ഒരു കോഴിയുടെ കുഞ്ഞുങ്ങൾ കോഴിയോട് പറ്റിയിരിക്കുന്നത് പോലെ അധികമായി അങ്ങോട്ട് ചേർന്നിരിക്കുവാനും അങ്ങോട്ട് പറ്റിയിരിക്കുവാനും ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന മനസ്സില്ലാത്ത അവസ്ഥകൾ, അനുസരിപ്പാൻ മനസ്സില്ലാത്ത അവസ്ഥകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ, സമ്പൂർണ്ണമായി താഴ്ത്തുന്ന അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.